തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈവെട്ട് കേസ് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അത് കേരളത്തെ പിടിച്ചു കുലുക്കിയൊരു സംഭവമാണ്. ആ സാറിൻ്റെ കയ്യ് വെട്ടി മാറ്റിയ ഒരു മഴുവുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില പ്രവർത്തകരായിരുന്നു. അവർ അതിന് കാരണം പറഞ്ഞത് അദ്ദേഹം ബികോമിൻ്റെ മലയാളം പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനിലെ പ്രവാചകൻ്റെ പേര് പറഞ്ഞു എന്നാണ്. അദ്ദേഹം അത് ഉദ്ദേശിച്ചല്ല ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കുഞ്ഞു മുഹമ്മദ് എന്നൊരു പേരിന് പകരം കുഞ്ഞങ്ങ് മാറ്റി മുഹമ്മദ് എന്നാക്കിയതാണ് എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ മതനിന്ദ അദ്ദേഹം നടത്തിയെന്ന് പറഞ്ഞ് എന്തായാലും ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം അന്ന് പള്ളിയിൽ പോയി, അദ്ദേഹം താമസിക്കുന്ന തൊടുപുഴയാണ്, മൂവാറ്റുപുഴ പള്ളിയിൽ പോയി ഭാര്യയും സഹോദരിയും ഒക്കെ ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞ് അദ്ദേഹത്തിനെ അവരാക്രമിച്ചു. അതിനകത്ത് 53 പേര് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഒന്നാം പ്രതി സവാദ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന മഴുകൊണ്ട് TJ ജോസഫ് സാറിൻ്റെ ഇടത് കൈയാണ് ആദ്യം വെട്ടിയത്. കൈ മാറിപ്പോയി, പ്രവാചകൻ്റെ പേരെഴുതിയ ക്വസ്റ്റ്യൻ അത് വലത് കൈ കൊണ്ടാണ് എന്ന് പറഞ്ഞ് വലത് കൈ വീണ്ടും വെട്ടി മാറ്റി വലിച്ചെറിഞ്ഞു എന്നാണ്. അതിനുശേഷം പ്രതികളെല്ലാം ഒളിവിപ്പോയി. ആ കേസ് NIA ഏറ്റെടുത്തു 2011. ഇത് നടക്കുന്ന സംഭവം 2004 അദ്ദേഹം തൊടുപുഴ ന്യൂമാൻ 2010 ജൂലൈ 4, 2010 എന്തായാലും 2011 NIA അത് ഏറ്റെടുത്തു. അതിനുശേഷം ആ കേസിനകത്ത് ആദ്യമായിട്ട് 31 പേരെ അറസ്റ്റ് ചെയ്തു. ആ 31 പേരെ അറസ്റ്റ് ചെയ്തപ്പം അത് കുറ്റച്ചാർജ് കൊടുത്തു അവരുടെ പേരിൽ. അതിനകത്ത് 13 പേരെ ശിക്ഷിച്ചിട്ട് 18 പേരെ വെറുതെ വിട്ടു. അതിനകത്ത് ആദ്യത്തെ 4 പേരാണ് യഥാർത്ഥത്തിൽ വലിയ കുറ്റങ്ങൾ ചെയ്തത്. അതിനകത്ത് A1 സവാദിനെ കിട്ടിയില്ല. അയാൾ ബാംഗ്ലൂർ വരെ ട്രാക്ക് ചെയ്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. പിന്നെ അയാളെ കണ്ടിട്ടില്ല. പിന്നെ അയാൾ ആ വഴി നേരെ നേപ്പാളിൽ പോയി, അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ആ സവാദിനെയാണ് ഇപ്പോൾ NIA 13 വർഷത്തിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2ാം പ്രതി സാജിൽ, 3ാം പ്രതി നാസർ, 4ാം പ്രതി നജീബ്, ഇവർക്ക് 3 പേർക്കും ജീവപര്യന്തം ലൈഫ് ഇംപ്രിസൺമെൻ്റാണ് കൊടുത്തത്. 31 പേര് 13 പേരെ ശിക്ഷിച്ചിട്ട് 18 പേരെ വെറുതെ വിട്ടു. അതേസമയത്ത് 14/7/2023 രണ്ടാമത്തെ കുറ്റച്ചാർജ് 11 പേർക്ക് കൊടുത്തു. അതിൻ്റെ വിധി വന്നു. അത് 6 പേരെ ശിക്ഷിക്കുകയും 5 പേരെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ പ്രൈം അക്യൂസ്ഡ് 4 പേരിൽ 3 പേര് ലൈഫ് ഇംപ്രിസൺമെൻറ്റിലേക്ക് തടവ് അനുഭവിക്കുകയാണ്. പക്ഷേ 1ാം പ്രതിയെ കണ്ടെത്തിയിട്ടില്ല. 1ാം പ്രതിയെ ഇന്നലെയാണ് മട്ടന്നൂർ ബേരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അറസ്റ്റ് ചെയ്തത്. അവിടെ ഷാജഹാൻ എന്ന പേരിൽ താമസിക്കുകയാണ്. അത് പൊതുവെ കോൺഗ്രസ്സുകാരുടെ ഒരു ഏരിയ ആണെന്നാണ് നൗഫൽ എന്ന് പറഞ്ഞ ഒരാളിപ്പോൾ അത് പറയുന്നത്. അത് CPMൻ്റെ ഏരിയ ആണ് എന്ന് നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ധാരാളം പേര് അവിടെ ഉണ്ട്. അവരിപ്പോഴും അവിടെ അതിൽ വിശ്വസിക്കുന്നവരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും സവാദിനെ പറ്റി NIA ഒരു റെഡ് കോർണർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആദ്യം 5 ലക്ഷം രൂപ അയാളെപ്പറ്റി വിവരം നൽകിയാൽ റിവാർഡ് പ്രഖ്യാപിച്ചു. അതിനുശേഷം 10 ലക്ഷം രൂപയുടെ റിവാർഡ് പ്രഖ്യാപിച്ച ശേഷമാണ് ഇപ്പോഴത്തെ പിടി വന്നത്. മട്ടന്നൂർ ഇയാൾ ഷാജഹാൻ എന്ന പേരിൽ കാസർഗോഡുള്ള അയാളുടെ ഭാര്യ 2 കുട്ടികളുമായിട്ട് താമസമാണ്. ഇയാൾ മട്ടന്നൂർ ഈ സ്ഥലത്ത് താമസിക്കാൻ വരുമ്പം ഇയാൾക്ക് ഭാര്യയും ഒരു കുട്ടി മാത്രമാണ്. ഇയാൾ മരപ്പണിക്കാരനാണ്. അവിടെ അടുത്ത് SDPIയിലെ നേരത്തെ പ്രവർത്തിച്ച ചില ആൾക്കാരുടെ കോൺട്രാക്റ്റ് വേലകൾ ഇയാൾ ചെയ്യും. ഇയാൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഷോക്കിംഗ് ന്യൂസ്.
ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അയാൾ നേപ്പാൾ വഴി ബംഗ്ലാദേശിലേക്ക് പോയി എന്നാണ് ഇപ്പം കിട്ടുന്ന വിവരങ്ങൾ. ഇയാൾക്ക് ആരാണ് സാമ്പത്തിക സഹായം ചെയ്തത് അത് തീർച്ചയായിട്ടും അന്വേഷണത്തിൽ വരും. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളെ ഇന്നലെ NIA കോടതിയിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്തു. അയാളെ ഇനി പോലീസ് കസ്റ്റഡിയിൽ NIA കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ 8 വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടും ഇയാളെ കണ്ടെത്താനായിട്ട് ഇവിടുത്തെ ഇൻ്റലിജൻസിനോ അവിടുത്തെ ലോക്കൽ പോലീസിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇയാളുടെ ആകെ അവൈലബിളായ ഒരു ഫോട്ടോ അന്ന് SDPIയുടെ പ്രകടനത്തിൽ പട്ടാളച്ചിട്ടിലോട്ട് നടന്നു നീങ്ങുന്ന ആൾക്കാരുടെ കൂടെ സവാദ് ഉണ്ടായിരുന്നു. സവാദ് തൊപ്പിയും ധരിച്ച് സഞ്ചരിക്കുന്ന ഒരു ചെറിയ ഫോട്ടോ മാത്രമേ മുഖത്തിൻ്റെ അറിയാനൊക്കുള്ളൂ. പക്ഷേ ഇപ്പം ഏകദേശം 36-37 വയസ്സോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ആളുടെ മുഖച്ഛായ ഇപ്പം ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. പഴയ ഫോട്ടോവും ഇപ്പോഴത്തെ ഫോട്ടോവും യാതൊരു സാമ്യവുമില്ല. ഏതായാലും NIA പുറകെ നടന്നു. ആ മട്ടന്നൂർ താമസിക്കാൻ വരുമ്പം അയൽവക്കംകാരുമായിട്ട് അധികം അടുപ്പമില്ല. അവരോട് പറഞ്ഞിരിക്കുന്നത് ഭാര്യ വീട് കാസർഗോഡാണ്, അവിടെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഭാര്യയായിട്ട് ഇവിടെ വന്ന് താമസിക്കുകയും ഇയാൾ മരപ്പണിക്ക് 2 വർഷമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ വരുമ്പം ഭാര്യ ഗർഭിണിയായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് ആ കുട്ടി അവർ പ്രസവിച്ചത്. അത് ആ ഇളയ കൊച്ചിന് ഇപ്പോൾ ഏകദേശം 8-9 മാസം പ്രായവും ഉണ്ട്. ഈ കുട്ടിയെ ഈ അടുത്ത കാലത്ത് അതിനെ സ്കൂളിലൊരു കുട്ടിയെ ചേർക്കാനായിട്ട് ഈ മട്ടന്നൂർ തന്നെ സ്കൂളിൽ പോയപ്പം സവാദ് പിതാവിൻ്റെ പേര് ഷാജഹാൻ എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര് മാറ്റി തൻ്റെ ഒറിജിനൽ പേര് സവാദ് എന്ന് കൊടുത്തു. അവിടാണ് ട്രാക്ക് ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നു. ഇയാൾ ഷാജഹാൻ എന്ന പേരിലാണ് അറിയിക്കുന്നത്. അതേസമയത്ത് 10-14 വാഹനത്തിൽ രാത്രി 3 മണിക്ക് NIA അവിടെ എത്തി ഇയാളുടെ വീട് വളഞ്ഞു ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഇയാൾ ഷാജഹാൻ എന്നാണ് പറഞ്ഞത്. പോലീസ് NIA അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ ഫോട്ടോ ആയിട്ട് യാതൊരു സാമ്യവും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് ആ പഞ്ചായത്തിലെ സവാദ് എന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ പേര്. അത് പഞ്ചായത്തിൽ നമുക്കറിയാം സ്കൂളിൽ ചേർക്കുമ്പോഴും അല്ല അതിനു മുമ്പ് അവർ ബർത്ത് സമയത്ത് അവിടെ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യണം, ഡെത്ത് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ബർത്ത് റിപ്പോർട്ട് ചെയ്തായിരിക്കുമ്പോഴായിരിക്കും സവാദ് എന്ന് ആ കുട്ടിയുടെ പിതാവിൻ്റെ പേര് കൊടുത്തതെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അത് ട്രാക്ക് ചെയ്താണ് ഇവിടെ NIA എത്തിയിരിക്കുന്നത്. അതുകൂടാതെ ഈ പ്രൊഫസർ TJ ജോസഫിൻ്റെ കൈ വെട്ടുന്ന സന്ദർഭത്തിൽ ഇയാളുടെ പുറത്ത് ഒരു വെട്ടടയാളം ഉണ്ട്. അത് ഇയാളോട് ഷട്ടൂരി ചോദിച്ചപ്പം NIA അടുത്ത് പറഞ്ഞത് അത് കമ്പ് കൊണ്ട് മുറിഞ്ഞതാണ്. ഇയാൾ ഈ മട്ടന്നൂരിന് മുമ്പ് വളപട്ടണത്ത് താമസിച്ചു, വിളക്കോട് എന്ന സ്ഥലത്ത് താമസിച്ചു. അതിനു മുമ്പ് കാസർഗോഡ് ഈ കല്യാണം കഴിക്കുമ്പം അത് ഒരു SDPIയുടെ പ്രവർത്തകൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ അയാൾക്ക് ഇയാൾ ഈ കേസിലെ പ്രതിയാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് വിവാഹം നടന്നതെന്നും പറയുന്നുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഇപ്പം താമസിക്കുന്ന അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് വീട്ടുകാർക്ക് ആർക്കും ഇയാൾ ഷാജഹാൻ എന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. ഇയാളുടെ ഭാര്യ വീട് ചോദിച്ചപ്പം അത് കാസർഗോഡ് ആണ് എന്ന് പറഞ്ഞെങ്കിലും അവിടെ പരിചയമുള്ള ഒരു നൗഫൽ എന്ന് പറഞ്ഞ ഒരാൾ അത് കുത്തി ചോദിച്ചപ്പം അയാൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തെറ്റിപ്പോയി ഇരുന്നു എന്നാണ് ആ നൗഫൽ ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. എന്തായാലും പ്രൊഫസർ TJ ജോസഫിന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറഞ്ഞപ്പോൾ ചാനലുകാരോട് അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനകത്ത് സന്തോഷമൊന്നും തോന്നുന്നില്ല. എന്നെ കൈവെട്ടാൻ പറഞ്ഞയച്ചവർ അവർ ആ അയച്ചവരുടെ ഉപകരണമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് പറഞ്ഞയച്ചത്, ആർക്കാണ് ഇത് മതനിന്ദ ആണെന്ന് തോന്നിയത്, ആ ഒരു കോൺസ്പിറേറ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. 120B അതിനകത്ത് വരും. അവരെ അറസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ തനിക്ക് ഒരു തൃപ്തി വരികയുള്ളൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. കാരണം ഇവരെ എല്ലാം ചട്ടുകമാക്കി വിട്ടെന്നല്ലാതെ അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ആണ് പ്രൊഫസർ TJ ജോസഫ് പത്രക്കാരോട് പറഞ്ഞത്. അതേസമയത്ത് ഇന്നലെ ചാനൽ ചർച്ചയിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ പലരും
തീഹാർ ജയിലിൽ കിടക്കുന്നു എന്ന് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു. കാരണം ഈ കോൺസ്പിറസി നടത്തിയവർ പലരും ചിലപ്പം പോപ്പുലർ ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ആ കൂടെ പോയിട്ടുണ്ടാവാം. ഇന്ത്യയിൽ ഇത് നിരോധിച്ചതോടുകൂടി അതിൻ്റെ അണികൾക്കുണ്ടായിരിക്കുന്ന ഫോറിൻ ഇൻകം നിന്നുപോയി. അതുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇയാൾ കേരളത്തിൽ മരപ്പണി പഠിച്ച് പലയിടത്തും മാറി മാറി മരപ്പണി ചെയ്ത് കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു എന്നാണ് മൊഴി കൊടുത്തത്. പക്ഷേ വിദേശത്ത് തുടക്കത്തിൽ ഇയാൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പം വരുന്ന വാർത്തകൾ. എന്തായാലും UAP അനുസരിച്ച് ഈ കേസിനകത്ത് 3 പേർക്ക് ജീവപര്യന്തം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം 1-ാം പ്രതിയായതുകൊണ്ട് ആ കേസ് NIA ചാർജ് ഷീറ്റ് കൊടുക്കുമ്പം ഇയാൾക്ക് ജീവപര്യന്തം തന്നെ കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് കോടതി. അതോടൊപ്പം തന്നെ ആ ജീവപര്യന്തത്തിനൊപ്പം തന്നെ 120B അനുസരിച്ച് ഇവർക്ക് ആരാണ് പ്രചോദനം കൊടുത്ത് ആരാണ് ഇവരെ കൈവെട്ടാൻ പറഞ്ഞയച്ചത് അവരെ കണ്ടെത്തും NIA. അവരുടെ ഈ കേസിനൊപ്പം അടുത്ത കുറ്റച്ചാർജിൽ അവരും കൂടെ പ്രതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.